രാജ്യസഭാ സീറ്റിന് അവകാശവാദം ഉന്നയിച്ച് CPIയും കേരള കോൺഗ്രസ് എമ്മും ഇടതുമുന്നണി യോഗത്തിൽ ഇരു പാർട്ടികളും സീറ്റ് ആവശ്യപ്പെടും. കാലാവധി തീരുന്ന 3 രാജ്യസഭാ സീറ്റുകളിൽ 2 എണ്ണത്തിലാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ കഴിയുക. AK സ്റ്റെഫനും ഷിനോജും വിവരങ്ങളുമായി ചേരുകയാണ്. ആദ്യം സ്റ്റെഫനിലേക്ക്. സ്റ്റെഫൻ, കേരള കോൺഗ്രസ് എമ്മിന്റെ സീറ്റ്, അതായത് നിലവിൽ ജോസ് കെ മാണിയുള്ള സീറ്റ് ഒഴിയുന്ന മുറയ്ക്ക് ആ സീറ്റ് തങ്ങൾക്ക് തന്നെ വേണം എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന ആവശ്യം. അത് ഘടിപ്പിച്ചതോടുകൂടി തന്നെ ഇപ്പോൾ CPIM രംഗത്തെത്തിയിരിക്കുകയാണ്. പക്ഷേ LDF വ്യക്തമാക്കുന്നത് ആരും അവകാശവാദം ഉന്നയിച്ചിട്ടില്ല എന്നാണോ? മധു, ജൂലൈയിലാണ് 3 LDF സീറ്റുകൾ, ഇത്തരത്തിൽ രാജ്യസഭാ സീറ്റുകൾ ഒഴിയുന്നത്. ജൂലൈ 1-ന് 3 സീറ്റുകൾ, അതായത് ഒന്ന് എളമരം കരീം, CPIMന്റെ നേതാവ് എളമരം കരീം, അതോടൊപ്പം തന്നെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, കേരള കോൺഗ്രസ് എമ്മിൻ്റെ ചെയർമാൻ ജോസ് കെ മാണി, ഈ 3 പേരും ജൂലൈയിൽ ഒഴിയും. പക്ഷേ 2 സീറ്റിലേക്കാണ് ഇനി LDFന് ആ സീറ്റുകളിലേക്കാണ് ആളുകളെ മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് എത്തിക്കാൻ കഴിയുക. ആ ഒരു സീറ്റ് ഏതായാലും CPM തന്നെ തുടരുമെന്നതിൽ സംശയമില്ല. മറ്റൊരു സീറ്റിനെ സംബന്ധിച്ചിടത്തോളമാണ് ഇപ്പോൾ ഒരു പ്രശ്നം ഉടലെടുത്തിരിക്കുന്നത്. ആ സീറ്റിൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഈ CPIയും അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് എമ്മും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് മുന്നണി നേതൃത്വം ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുക, അല്ലെങ്കിൽ നയപരമായി എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ഏതായാലും ഈ സീറ്റ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ് CPI വ്യക്തമാക്കുന്നത്. ആരും ഈ സീറ്റിൽ അവകാശവാദം ഉന്നയിച്ചിട്ടില്ല എന്നുള്ളതാണ് LDF മുന്നണി നേതൃത്വത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പക്ഷേ ഏതായാലും ഈ സീറ്റിൽ അവകാശവാദം ഉന്നയിച്ച് CPIയും കേരള കോൺഗ്രസ് എമ്മും ഇത്തരത്തിൽ നിലപാട് സ്വീകരിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്താണ് തീരുമാനമെന്നത് ഏറെ നമ്മൾ ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും ഒരു സീറ്റ് CPM തന്നെ തുടരും, മറ്റൊരു സീറ്റിലാണ് ഒരു അവ്യക്തത തുടരുന്നത്. പ്രത്യേകിച്ചും നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം CPIയുടെ പല സീറ്റുകളും കേരള കോൺഗ്രസ് എമ്മിന് നൽകേണ്ട ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ അത്തരത്തിൽ CPIക്ക് വലിയ അമർഷം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. അതൊക്കെ കണക്കിലെടുക്കുമ്പോൾ ഏത് തീരുമാനത്തിലേക്ക് എങ്ങനെ എത്തും എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമാകും. ശരി, ഷിനോജ് കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷിനോജ്, എന്താണ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ ഒരു തയ്യാറെടുപ്പ്? എത്രത്തോളം ശക്തമായി ഇത് LDFൽ ഉന്നയിക്കാൻ അവർ തീരുമാനമെടുത്തിട്ടുണ്ട്? മാധു, ഇന്ന് ഉച്ചയ്ക്ക് കോട്ടയത്ത് ചേരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലാണ് ഈ പാർട്ടിക്കുള്ളിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. പ്രധാനമായും ഇതൊരു അവകാശവാദത്തിന്റെ കാര്യമില്ല. കാരണം ഇത് തങ്ങളുടെ സീറ്റാണ്. ജോസ് കെ മാണി MP രാജ്യസഭാ സീറ്റുമായാണ് UDFൽ നിന്ന് രാജിവെച്ച് LDFലേക്ക് എത്തിയത്. അതിനാൽ തന്നെ LDFൽ എത്തിയതിനു ശേഷമല്ല ഇത്തരത്തിൽ രാജ്യസഭാ സീറ്റ് തങ്ങൾ ജോസ് കെ മാണിക്ക് കിട്ടിയത്. ഇത് UDFലായിരുന്നപ്പോൾ തന്നെ ജോസ് കെ മാണിയുടെ സീറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സീറ്റിന് ഏറ്റവും കൂടുതൽ അർഹതയുള്ളത് തങ്ങൾക്കാണ് എന്നുള്ള അവകാശവാദമാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് എം പ്രധാനമായും മുന്നോട്ട് വച്ചിരിക്കുന്നത്. എന്തായാലും ഈ വിഷയം ഇന്ന് ഉച്ചയ്ക്ക് ചേരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ചർച്ച ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ LDFനുള്ളിലെ പ്രധാനപ്പെട്ട ഏറ്റവും വലിയ രണ്ടാമത്തെ ഘടകകക്ഷി ഏത് എന്നൊരു ചോദ്യം നേരത്തെ നിലനിൽക്കുന്നുണ്ട്. ആ ഒരു വിഷയത്തിൽ കൂടി ഇത് CPIക്ക് കൊടുക്കുകയാണെങ്കിൽ അത് അത്തരത്തിലുള്ള ചില വ്യാഖ്യാനങ്ങൾക്ക് കൂടി വഴിത്തിരിവാകും. കേരള കോൺഗ്രസ് എമ്മിന് കിട്ടുകയാണെങ്കിൽ CPMന് ശേഷം LDFലെ പ്രധാനപ്പെട്ട ഘടകകക്ഷി ഏത് എന്ന ചോദ്യത്തിന് കേരള കോൺഗ്രസ് എം ആണെന്ന് കൂടി ഒരു വിലയിരുത്തലുണ്ടാകും. അത്തരമൊരു സാഹചര്യത്തിൽ ഈ സീറ്റ് ആർക്ക് കൊടുക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും പിന്നോട്ടില്ല എന്ന് ഉറപ്പിച്ചു തന്നെയാണ് കേരള കോൺഗ്രസ് എം മുന്നോട്ട് പോകുന്നത്. ജോസ് കെ മാണിക്ക് തന്നെ ഈ സീറ്റ് വേണം. പ്രത്യേകിച്ച് ജോസ് കെ മാണിയുടെ കാലാവധി കഴിയുന്ന സീറ്റാണ്. കേരള കോൺഗ്രസ് എമ്മിന് തന്നെ ആ സീറ്റ് കിട്ടണം എന്നുള്ള അവകാശവാദത്തിലാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് എം നിലനിൽക്കുന്നത്. ശരി, ഷിനോജും സ്റ്റെഫനുമാണ് വിവരങ്ങൾ നൽകിയത്. കേരള കോൺഗ്രസിന്റെ LDF പ്രവേശന സമയത്ത് തന്നെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു വിശകലനം എന്ന് പറയുന്നത് മുന്നണിയിലുണ്ടാകുന്ന ഈ അധികാര തർക്കം, CPIയുമായുള്ള അധികാര തർക്കം എന്നതിനെ കുറിച്ചാണ്. എന്തായാലും അതിൽ വരും ദിവസങ്ങളിൽ ഉണ്ടാകുന്ന വാർത്തകൾ വളരെ രാഷ്ട്രീയ കൗതുകമുള്ളതാണ്. സ്റ്റെഫനും ഷിനോജുമാണ് വിവരങ്ങൾ നൽകിയത്.